എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം ആനി ബസന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് വർഷം? 1916 എവിടെ വെച്ചിട്ടാണ്? പാലക്കാട് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആകെ 5 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആകെ 5 സമ്മേളനങ്ങളാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെത് നടന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം 1916 നടന്ന പാലക്കാട് വെച്ച് നടന്ന് നമ്മൾ പറഞ്ഞു. എവിടെ വെച്ചിട്ടാണ്? പാലക്കാട്. അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ഇനി അടുത്തത് 1917 എവിടെ വെച്ചിട്ടാണ് നടന്നത്? 1917 കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ് 1917 സമ്മേളനം നടന്നിട്ടുള്ളത്. അതിന്റെ അധ്യക്ഷത വഹിച്ചത് നടന്നത് CP രാമസ്വാമി അയ്യറാണ്. ആരാണ്? CP രാമസ്വാമി അയ്യറാണ് 1917 കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനുള്ളത്. പ്രഥമല്ല, അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി 1918 എവിടെ വെച്ചിട്ടാണ്? തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? തലശ്ശേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന അധ്യക്ഷൻ ആരായിരുന്നു? ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു അപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ബഹദൂർ. ഓക്കെ. ഇനി അടുത്തത് 1919 ഏത് വർഷമാണ്? 1919 നടന്നത് വടകരയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? വടകരയിൽ വെച്ചിട്ടാണ്. ആരായിരുന്നു? KP രാമൻ മേനോനായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആരാണ്? KP രാമൻ മേനോനായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി 1920 എവിടെ വെച്ചിട്ടായിരുന്നു? മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ് 1920 ഇത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആരായിരുന്നു അധ്യക്ഷൻ? കസ്തൂരിരംഗ അയ്യങ്കാർ ആയിരുന്നു അപ്പോഴുണ്ടായിരുന്ന അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ 5ാമത്തെ സമ്മേളനം അതായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാനത്തെ സമ്മേളനമാണ് മഞ്ചേരിയിൽ വെച്ചിട്ട് നടന്നത്. ഈ സമ്മേളനത്തിന് കേരളത്തിലെ സൂററ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? കേരളത്തിലെ സൂററ്റ് എന്നാണ് ഈ സമ്മേളനത്തിനെ അറിയപ്പെടുന്നത്. കേരളത്തിലെ സൂററ്റ്. ഓക്കെ. എന്താണ്? കേരളത്തിലെ സൂററ്റ് എന്നാണ് ഈ ഒരു സമ്മേളനത്തിനെ 1920 മഞ്ചേരിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ 5ാം സമ്മേളനത്തിലായിരുന്നു ആനി ബസന്റും അനുയായികളും എന്താ ചെയ്തത്? ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ 1920 മഞ്ചേരിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആയിരുന്നു. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ. ഇതിൽ തന്നിട്ടുണ്ടല്ലോ ഈ KP കേശവ മേനോൻ, അതുപോലെ തന്നെ ഈ മൊയ്തു മൗലവി, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ 1ാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിട്ടുള്ളവരാട്ടോ. ഏതാണ്? 1ാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിട്ടുള്ളവരാണ് ആരൊക്കെ? ഈ KP കേശവ മേനോനും അതുപോലെ തന്നെ ഈ മൊയ്തു മൗലവിയും ഒക്കെ. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിലെ യങ് ഇന്ത്യ ആരുടെയാണ്? യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പത്രം തന്നെയാണ്. ഏതാണ്? യങ് ഇന്ത്യ ഗാന്ധിജിയാണ്. നവജീവൻ ആരുടെയാണ്? ഗാന്ധിജി. ഇനി ഗാന്ധിജിയുടെ വേറെ ഏത് പത്രമാണുള്ളത്? വേറെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ? ഹരിജൻസ് എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? ഹരിജൻ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രം തന്നെയാണ് ഇത് ഹരിജൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നിരിക്കുന്ന സംവാദ് കൗമുദി ആരുടെ പത്രമാണ്? സംവാദ് കൗമുദി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെയാണ് കേട്ടോ. രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. ബാക്കി യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ ഇതൊക്കെ ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. കൂടാതെ ഹരിജനും ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക.
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ഒന്നാമത്തേത് ബോസ്റ്റൺ ടീ പാർട്ടി. ഏതാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാ? 1773 കേട്ടോ. ഏതാണ് 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഇത് അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അത് നടന്ന വർഷം 1773. ഓക്കെ, ഇനി അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആരാണ്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏതാണ് വർഷം? 1776 ആണ്. ഏതാണ്? 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അടുത്തത് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? 1783 കേട്ടോ. ഏതാണ്? 1783 എന്ത്? പാരീസ് ഉടമ്പടി. അടുത്തത് ഇതും എന്താണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞത് 1789. അത് ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ടാണോ? അല്ല, അത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പം വരുന്ന ഏതാണ്? 1B. ഏതാണ്? 1B 2A വരും. 1B 2A 3C 4D. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? 1. സവർണ ജാഥ ഇതോട് അനുബന്ധിച്ച് നടന്നതാണ് അല്ലേ? സവർണ ജാഥ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? അപ്പം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 കേട്ടോ. ഏതാണ്? 1924. അപ്പൊ സവർണ ജാഥ ഏതുമായി ബന്ധപ്പെട്ടാണ്? ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ഏത്? സവർണ ജാഥ എന്ന് പറഞ്ഞത് ശരിയാണ്. സവർണ ജാഥ നടന്നത് എപ്പോഴാണ്? 1924 തന്നെയാണ് കേട്ടോ. ഏതാണ്? 1924 സവർണ ജാഥ നടന്നത്. ഓക്കെ, അതിനെ ഈ സവർണ ജാഥയെ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനായിരുന്നു കേട്ടോ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് എന്ത്? സവർണ ജാഥ നയിച്ചത്. പത്മനാഭൻ. ഓക്കെ, ഇനി രണ്ടാമത്തത് EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. എന്താണ്? EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നതും ശരിയാണ്. നമ്മളെ ഈ വൈക്കം സത്യാഗ്രഹം നടന്നത് ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. എവിടെയാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. എവിടെയാണ്? വൈക്കം മഹാദേവ ക്ഷേത്രം. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ വൈക്കം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു പോകും. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ് കേട്ടോ. എവിടെയാണ്? കോട്ടയത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞത് ശരിയാണ്. ഈ EV രാമസ്വാമി നായ്ക്കറിനെ ആണ് എന്തൊക്കെയായിട്ട് അറിയപ്പെടുന്നുണ്ട്? നമ്മുടെ പെരിയോർ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? പെരിയോർ. കൂടാതെ വൈക്കം ഹീറോ. ഓക്കെ, അതുപോലെ തന്നെ വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ ആണ്. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. കൂടാതെ വൈക്കത്ത് തന്നെയാണ് EV രാമസ്വാമി നായ്ക്കറുടെ ഒരു പ്രതിമ വൈക്കത്ത് തന്നെയാണ് കേട്ടുള്ളത്. അടുത്തത് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അത് ശരിയാണ്. അപ്പൊ ഇവർ ഈ ഒരു നിവേദനം കൊടുത്തത് ആർക്കായിരുന്നു? സവർണ ജാഥയിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് നിവേദനം കൊടുത്തത് സേതു ലക്ഷ്മിബായിക്ക് ആയിരുന്നു. നാലാമത്തത് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അതായിരുന്നു? അല്ലല്ലോ. അവരുടെ ആവശ്യം എന്തായിരുന്നു? സവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. എവിടെ? ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴികളിലൂടെ പോലും സവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അപ്പം ഈ വഴി എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന ആവശ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറഞ്ഞത് അതായിരുന്നു. അപ്പം എന്തായിരുന്നില്ല? ക്ഷേത്രപ്രവേശനം ആയിരുന്നില്ല അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരല്ലേ? ശരിയായത് 1, 2, 3 മാത്രമാണ്. ഓക്കെ, ഈ വൈക്കം സത്യാഗ്രഹം
നടന്നു എന്ന് പറഞ്ഞല്ലോ, അത് ആകെ എത്ര ദിവസം നടന്നിട്ടുണ്ട്? ആകെ 603 ദിവസമാണ് കേട്ടോ. ഈ വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് എത്രയാണ്? 603 ദിവസം. അവസാനം ഈ സത്യാഗ്രഹത്തിനൊക്കെ ശേഷം വൈക്കം ക്ഷേത്രം അതിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി വഴികളൊക്കെ എന്ത് ചെയ്തു? ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഏതൊഴിച്ച് കിഴക്കേ നട ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും ആർക്ക്? എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എന്താണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. എന്താണ്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം എന്ന് പറഞ്ഞത് ശരിയാണ്. ഏതായിരുന്നു വർഷം? 1937 കേട്ടോ. ഏതാണ്? 1937. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഏതാണ്? ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. അടുത്തത്, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച? ഏത് വർഷമാണ്? 1920 എന്ന് പറയുന്നതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഏതൊക്കെ വർഷമാണ്? ഒന്ന് 1920 നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ 1925 ഈ ഒരു വർഷമാണ് കേട്ടോ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. 1927 അത് കഴിഞ്ഞ് 1934 and അവസാനമായിട്ട് 1937 എന്ത്? ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഓക്കെ, അടുത്തത്, ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. എന്താണ്? ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അത് ശരിയായിട്ടുള്ള ഉത്തരമല്ലേ? ആരാണ്? ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സിനിമയുടെ സംവിധായകൻ ആരാണ്? സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ്? റിച്ചാർഡ് ആൻഡൻബറോ ആണ്. ആരാണ്? റിച്ചാർഡ് ആൻഡൻബറോ ആണ് എന്ത്? ഈ ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആൻഡൻബറോ ആണ് ഗാന്ധി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അപ്പം ഇതിൽ ഓപ്ഷൻ ഏതാണ്? എല്ലാം ശരിയാണ്. തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഒന്നാമത്തെ തന്നെ എന്താണ്? തെറ്റാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് ആണോ? അല്ല. ആരാണ്? ജ്യോതി റാവു ഫൂലെയാണ്. ആരാണ്? ജ്യോതിയാണ് റാവു ഫൂലെയാണ് എന്ത്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത്. ആരാണ്? ജ്യോതി റാവു ഫൂലെ. ഇനി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഏതാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ്. ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഏതാണ്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ആരിപ്പം തന്നിരിക്കുന്ന 3 ഓപ്ഷനിൽ ആദ്യത്തേത് മാത്രമാണ് തെറ്റ്, ബാക്കി രണ്ടും ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താ? ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? 1 മാത്രമാണ് കേട്ടോ. ഏതാണ്? 1 മാത്രമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. അല്ലെ? ഒന്നാമത്തത് ശരിയാണ്. എന്താണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. രണ്ടാമത്തത്, രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. ആണോ? അത് തെറ്റാണ്. വയനാടൻ കുന്നുകളിലാണ് എന്ത്? ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെയാണ്? വയനാടൻ കുന്നുകളിൽ. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ആണോ? അല്ല. ഈ ഒരു സംഭവം ഈ കുറിച്യ കലാപത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കമ്മീഷനെ അവർ ആരും എന്ത് ചെയ്തിട്ടില്ല? നിയമിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്തല്ല, ഈ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ആരാണ്? രാമൻ നമ്പി. കൂടാതെ
ഈ കുറിച്യ കലാപത്തിൽ തന്നെ കുറിച്യരും മാത്രമല്ല വേറെ ആരും കൂടി ഉണ്ടായിരുന്നു. ഈ കുറുമ്പരും കുറിച്യരും കൂടി ചേർന്നാണ് ഈ ഒരു കലാപം നടന്നത്. ആരാണ്? കുറിച്യരും കുറുമ്പരും കൂടി ചേർന്നാണ് ഈ ഒരു കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് പക്ഷേ ഈ വിപ്ലവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ പൂർണ്ണമായി അടിച്ചമർത്തി. ഏത് 1812 മെയ് 8 എന്ത് ചെയ്തു? മെയ് 8 ആകുമ്പോഴത്തേക്ക് ഈ ഒരു കലാപം നടന്നത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അടിച്ചമർത്തി കളഞ്ഞു? ബ്രിട്ടീഷുകാര് അടിച്ചമർത്തി. ഈ ഒരു കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ് ഈ ഒരു കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. വട്ടത്തൊപ്പിക്കാരെ എന്ത് ചെയ്യുക? നാട്ടിൽ നിന്നും പുറത്താക്കുക. ഓക്കെ, നാട്ടിൽ നിന്നും പുറത്താക്കുക. ഇതായിരുന്നു എന്ത്? ഈ ഒരു കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഏതാണ്? ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ആരാണ്? ഡോക്ടർ കെ.ബി. മേനോൻ. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസ് നടന്ന ഏത് ജില്ലയിലാണ് നടന്നത്? എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. എവിടെയാണ്? കോഴിക്കോടാണ് കീഴരിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോടാണ്. ഏത് വർഷമായിരുന്നു? 1942 കീഴരിയൂർ ബോംബ് കേസ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് പുന്നപ്ര വയലാർ സമരം. ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? 1946 എന്ത്? പുന്നപ്ര വയലാർ സമരം നടന്നത്. അപ്പം ഈ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയാണ് തിരുവിതാംകൂറിൽ നടന്ന ഒരു സമരമാണിത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഏതാണ്? അമേരിക്കൻ മോഡലിനെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഇത് പുന്നപ്ര വയലാർ സമരം. ഇത് ആർക്കെതിരെയായിരുന്നു? ദിവാൻ C.P. രാമസ്വാമി. ആരാണ്? ദിവാൻ C.P. രാമസ്വാമിക്കെതിരെ നടന്ന കലാപമായിരുന്നു. ഏതാണ്? ദിവാൻ C.P. രാമസ്വാമിക്കെതിരെ നടന്ന കലാപമായിരുന്നു ഇത് പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ഏത് വർഷമാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പൊ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതല്ലോ, നമ്മൾ അത്രയും പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്തത് മൊറാഴ സംഭവം. മൊറാഴ സംഭവം നടന്നത് 1940. ഏത് വർഷമാണ്? 1940 മൊറാഴ സംഭവം നടന്നത്. അപ്പം ഈ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? K.P.R. ഗോപാലൻ. ആരാണ്? K.P.R. ഗോപാലൻ. അപ്പൊ നമ്മളോട് ഇപ്പൊ ഇവിടെ ചോദിച്ച ആരാണ്? ഡോക്ടർ കെ.ബി. മേനോൻ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ കേസ്. ഇതുപോലെ തന്നെ K.P.R. ഗോപാലൻ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാണ്? മൊറാഴ സംഭവം. ഏതാണ്? മൊറാഴ സംഭവം. മൊറാഴ സംഭവം എന്ന് പറയുന്നത് ഒരു പ്രധാന കർഷക പ്രക്ഷോഭവും അതുപോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവുമായിരുന്നു എന്ത്? ഈ ഒരു മൊറാഴ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറയുന്ന ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? ഡോക്ടർ D.S. കോത്താരി. ആരാണ്? ഡോക്ടർ D.S. കോത്താരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വരികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എവിടെയാണ്? D.S. കോത്താരിയുടെ അധ്യക്ഷതയിലുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് കേട്ടോ. ഏതാണ്? ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് എന്ത്? ഈ ഡോക്ടർ D.S. കോത്താരി ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഒരു പ്രസ്താവന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? എന്താണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് ആരുടെ അഭിപ്രായമാണ്? ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം? മെറ്റേർണിക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആരാണ്? മെറ്റേർണിക്. ആരാണ്? മെറ്റേർണിക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണ്? ചുവടെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അത് നമുക്കറിയാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ് കല്ലുമാല സമരം നടന്നത്? 1915 കേട്ടോ. ഏത് വർഷമാണ്? 1915 കല്ലുമാല സമരം നടന്നത്. ഇതിന് തന്നെ അറിയപ്പെടുന്ന മറ്റു പേരെന്താണ്? പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പെരിനാട് ലഹള. പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പെരിനാട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. എവിടെയാണ്? കൊല്ലത്താണ് പെരിനാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഈ കല്ലുമാല സമരത്തിന് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. ഇത് നടന്ന വർഷം 1915. അടുത്തത്, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആണോ? തെറ്റല്ലേ? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത്, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. എന്താണ്? പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പം 2 മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഈ അയ്യങ്കാളിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അയ്യങ്കാളിയെ വിളിക്കുന്നത് ആരാണ്? പുലയ രാജ എന്നാണ് കേട്ടോ. ആരാണ്? പുലയ രാജ എന്ന് വിളിക്കുന്ന ആരാണ്? അയ്യങ്കാളിയാണ് നമ്മൾ പുലയ രാജ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ആരാണ്? ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ഏതാണ്? തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ശരിയായിട്ടുള്ള ഉത്തരം 1949 ജൂലൈ 1-നാണ് കേട്ടോ. ഏതാണ്? 1949 ജൂലൈ 1-നാണ് തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. ഇവിടെ തിരുവിതാംകൂറും കൊച്ചിയും തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ലയിച്ചിട്ടാണ് എന്തുണ്ടായത്? തിരു-കൊച്ചി സംസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴുണ്ടായിരുന്ന ഈ തിരു-കൊച്ചി സംസ്ഥാനത്തിലെ പ്രധാനമന്ത്രി, അന്നൊക്കെ പ്രധാനമന്ത്രി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി ആരായിരുന്നു? പറവൂർ ടി കെ നാരായണൻ പിള്ള. ആരാണ്? പറവൂർ ടി കെ നാരായണൻ പിള്ള ആയിരുന്നു അപ്പോഴുള്ള പ്രധാനമന്ത്രി. നാരായണൻ പിള്ള. ഓക്കെ. പറവൂർ ടി കെ നാരായണൻ പിള്ള ആയിരുന്നു ഈ തിരു-കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ചമ്പാരനാണ് കേട്ടോ. എവിടെയാണ്? ചമ്പാരനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? 1917 നടന്നിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം. അത് എവിടെ വെച്ചാണ്? ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ് കേട്ടോ. എവിടെയാണ്? ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. ബീഹാർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്. എപ്പോഴായിരുന്നു ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1931 മാർച്ച് 5-നാണ് എന്ത് ഈ ഒരു ഒപ്പുവെച്ചത്. എന്താണ്? ഗാന്ധിജിയും ഇർവിനും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-നാണ്. അപ്പം ഇതിന് ബന്ധമില്ലാത്ത ഏതാന്ന് നോക്കാം. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. അത് ശരിയാണ്. ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്നുള്ളത് ശരിയാണ്. ഇനി പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. ഇങ്ങനെയൊന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്ന് പറയുന്നതും ശരിയാണ്. എന്താണ്? രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്ന് പറയുന്നതും ശരിയാണ്. ഇതുകൂടാതെ കുറച്ച് കാര്യങ്ങളൂടെ. ഒന്ന് തന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ, പിന്നുള്ളത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാരോട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഒരു ഉടമ്പടി പ്രകാരം ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാരും പങ്കെടുക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കടൽ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? സ്വയം ആവശ്യങ്ങൾക്ക് ഉപ്പ് നിർമ്മിക്കാനും ശേഖരിക്കാനുള്ള അനുവാദമുണ്ട്. എന്താണ്? ഉപ്പ് നിർമ്മിക്കാനും അതുപോലെ തന്നെ ശേഖരിക്കാനും ഉള്ള അനുവാദം ആർക്കുണ്ട്? കടൽ തീരത്തുള്ളവർക്ക് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ നടന്നത് സത്യാഗ്രഹികളുടെ കണ്ടുകിട്ടിയ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? സർക്കാർക്ക് തിരിച്ചു നൽകുന്നു. എന്താണ്? സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യണം? സ്വത്തുക്കള് തിരിച്ചു നൽകണം. എന്താണ്? സ്വത്തുക്കള് തിരിച്ചു നൽകുക. അപ്പം എന്താ പറയുന്നത്? സത്യാഗ്രഹികളുടെ
കണ്ടുകെട്ടിയ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യണം, ഈ സർക്കാർ തിരിച്ച് അവർക്ക് നൽകണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഏത് വർഷമായിരുന്നു? 1931 മാർച്ച് 5-നാണ് ഈ ഗാന്ധിജി ഇർവിൻ ഉടമ്പടി നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.